ജൂലൈ 20 മുരളിയിൽ ബാബ പവിത്രതയുടെ മഹത്വം ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യനിൽ നിന്ന് എങ്ങനെയാണ് ഒരാൾ ദിവ്യപദവി കൈവരിക്കുന്നത് എന്ന് ബാബ വിശദീകരിക്കുന്നു. പതിതപാവനനായ ബാബയുടെ മധുര മഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 20/7/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബഗറിൽ നിന്നും പ്രിൻസ് ആകുന്നതിൻ്റെ ആധാരം പവിത്രതയാണ്. പവിത്രമാകുന്നതിലൂടെ തന്നെയാണ് പവിത്ര ലോകത്തിൻ്റെ രാജപദം ലഭിക്കുന്നത്. ചോദ്യം: ഈ പാഠശാലയിലെ ഏതൊരു പഠനം നിങ്ങളെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു? ഉത്തരം: ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന പാഠം നിങ്ങൾ ഈ പാഠശാലയിൽ ദിവസവും പഠിക്കുന്നു. ആത്മാഭിമാനി ആകുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നത്, നരനിൽ നിന്നും നാരായണനായി മാറുന്നത്. ഈ സമയം എല്ലാ മനുഷ്യരും പൂജാരിയാണ്, അതായത് പതീതവും ദേഹാഭിമാനിയുമാണ്. അതിനാൽ പതീത പാവനായ ബാബയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഗീതം: ആകാശ സിംഹാസനം ഉപേക്ഷിക്കൂ. ഓം ശാന്തി. കുട്ടികൾക്കറിയാം, ഈ ഓം ശാന്തി എന്നത് ആരാണ് പറഞ്ഞത്? ഏത് കുട്ടികൾ? ഓം ശാന്തി എന്ന് ആരുടെ ആത്മാവാണ് പറഞ്ഞത് എന്നത് ആത്മാക്കൾക്ക് അറിയാം. പരംപിത പരമാത്മാവാണ് പറഞ്ഞത്. കുട്ടികൾക്കറിയാം, മനുഷ്യ ആത്മാവല്ല പറഞ്ഞത്. ഇത് പരംപിത പരമാത്മാ ശിവനാണ് പറഞ്ഞത്. ആ ഒന്ന് സർവരുടെയും പിതാവാണ്, ഉയർന്നതിലും ഉയർന്നതാണ്. ഇപ്പോൾ ഗീതത്തിൽ കേട്ടു, ഭാരതത്തിൽ വളരെയധികം മായയുടെ നിഴൽ പതിഞ്ഞിരിക്കുന്നു. വളരെ പതീതമായി പോയി. അതിനാൽ വിളിക്കുന്നു, ഹേ പതീത പാവന, വീണ്ടും വരൂ പാവനമാക്കുവാൻ. ആത്മാവ് തന്നെയാണ് വിളിക്കുന്നത് തൻ്റെ പിതാവിനെ. ആ ഒന്നിനെ ഭഗവാൻ എന്ന് പറയുന്നു. ആ ഒന്ന് പതീത പാവനാണ് എന്ന് പറയുന്നു. ഒരാളുടെ തന്നെ മഹിമയാണ്. ആ ഒന്ന് സർവ ആത്മാക്കളുടെയും പരിധിയില്ലാത്ത പിതാവാണ്. ഇവിടെ എല്ലാവരും പതീതമായി പോയി. അതിനാൽ ഹേ പരംപിത പരമാത്മാ എന്ന് വിളിക്കുന്നു. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരവുമാണ്, പതീത പാവനുമാണ്. അത് പിതാവുമാണ്, ശിക്ഷകനുമാണ്. കാരണം ജ്ഞാനസാഗരവുമാണ്, വേൾഡ് അതോറിറ്റിയുമാണ്. സർവ വേദങ്ങളും ശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും അറിയുന്നവനുമാണ്. ആ ഒന്നിനെ പറയുന്നത് തന്നെ നോളജ്ഫുൾ എന്നാണ്. അപ്പോൾ ഈ സമയം എല്ലാവരും പാരലൗകിക ബാബയെ വിളിക്കുന്നു. കാരണം എല്ലാവരും ദുഃഖിതരാണ്. ഗോഡ് ഫാദർ എന്ന് പറയുന്നു. ആ ഒന്നിന് നാമവും വേണ്ടതാണല്ലോ. ആ ഒന്നിൻ്റെ നാമം പാടപ്പെട്ടിരിക്കുന്നത് ശിവബാബ എന്നാണ്. ആ ഒന്ന് ഉയർന്നതിലും ഉയർന്ന ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, സുഖത്തിൻ്റെ സാഗരമാണ്, ശാന്തിയുടെ സാഗരമാണ്. ഇത് മനുഷ്യാത്മാവ് തൻ്റെ പിതാവിൻ്റെ മഹിമ ചെയ്യുന്നതാണ്. ഉയർന്നതിലും ഉയർന്ന ആത്മാവ് ആരുടേതാണ്? പരംപിത പരമാത്മാവിൻ്റെ. ആ ഒന്ന് പരമമാണ്. പതീത മനുഷ്യർ ആ ഒന്നിനെ ഓർമ്മിക്കുന്നു. സത്യയുഗത്തിൽ എപ്പോഴാണോ പാവന ഭാരതം ആയിരുന്നത്, ദേവീ ദേവന്മാരുടെ രാജ്യമുണ്ടായിരുന്നത്, അപ്പോൾ പതീതർ ആരും ഉണ്ടായിരുന്നില്ല. ഇതാണ് തമോ പ്രധാന ലോകം. അതായത് ലോകത്തിൽ ഏതെല്ലാം മനുഷ്യരുണ്ടായിരിക്കുന്നോ എല്ലാവരും പാപാത്മാക്കളാണ്. ഇതേ ഭാരതം പാവനമായിരുന്നു. ഇതേ ഭാരതം പതീതമായി പോയി. ഇവിടെ കലിയുഗത്തിൽ എല്ലാവരും പതീതമാണ്. നിങ്ങൾക്കറിയാം, ജ്ഞാനത്തിൻ്റെ സാഗരം പതീത പാവനായ പരംപിത പരമാത്മാവ് പരംധാമത്തിൽ നിന്നും വന്ന് നമ്മളെ ബ്രഹ്മാവിലൂടെ പഠിപ്പിക്കുന്നു. തീർച്ചയായും ആ ഒന്നിന് ശരീരം വേണ്ടതാണല്ലോ. ഈ കാര്യങ്ങൾ ഒരു ശാസ്ത്രങ്ങളിലുമില്ല. ജ്ഞാനത്തിൻ്റെ സാഗരം അതോറിറ്റിയാണ്. ആ ഒന്ന് സർവ്വതും അറിയുന്നു. ഭാരതത്തിൽ ചിത്രങ്ങളും കാണിക്കുന്നു. വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് വന്നു. ആ ഒന്നിൻ്റെ കയ്യിൽ ശാസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വിഷ്ണു
എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരമൊന്നും കേൾപ്പിക്കുന്നില്ല. ജ്ഞാനത്തിൻ്റെ സാഗരമായ പരംപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെ സർവശാസ്ത്രങ്ങളുടെയും സാരം മനസ്സിലാക്കിച്ചു തരുന്നു. ആ ഒന്ന് ബ്രഹ്മ വിഷ്ണു ശങ്കരൻ്റെയും രചയിതാവാണ്. ബ്രഹ്മാവിനെ അഥവാ വിഷ്ണുവിനെ ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് പറയില്ല. ശങ്കരൻ്റെ കാര്യം തന്നെ വിട്ടേക്കൂ. ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ സാഗരം ആരാണ്? നിരാകാരനും ഉയർന്നതിലും ഉയർന്നതുമായ പരമാത്മാവ് തന്നെയാണ് പതീത പാവനൻ. ഈ മഹിമ ആ പരംപിത പരമാത്മാവിൻ്റേതാണ്. ഇവിടെയും ആത്മാവിൻ്റെ മഹിമയാണ് ഉണ്ടാകുന്നത്. ഞാൻ പ്രസിഡൻ്റാണ്, ഞാൻ ബാരിസ്റ്ററാണ്, ഞാൻ ഇന്ന മിനിസ്റ്ററാണ് എന്ന് ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ പറയുന്നത്. ആത്മാവ് തന്നെയാണ് പദവി നേടുന്നത്. ശരീരത്തിലൂടെ ആത്മാവ് പറയുന്നു, ഞാൻ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കുന്നു. ഈ സമയം എപ്പോഴാണോ ബാബ വരുന്നത്, അപ്പോൾ പറയുന്നു, കുട്ടികളെ ആത്മാഭിമാനിയാകൂ. നിങ്ങളുടെ പിതാവായ ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളെ ഈ പാഠം പഠിപ്പിക്കുവാനായി. ഇത് മനുഷ്യനിൽ നിന്നും ദേവതയും നരനിൽ നിന്നും നാരായണനും നാരിയിൽ നിന്നും ലക്ഷ്മിയാകുന്നതിൻ്റെയും പാഠശാലയാണ്. ബാബയെ സർവ ആത്മാക്കളും വിളിക്കുന്നു, ഹേ പരംപിത പരമാത്മാ. ഇപ്പോൾ നിരാകാരി ലോകത്തിൽ നിന്നും സാകാരി ലോകത്തിലേക്ക് വരൂ, രൂപം മാറൂ. നിങ്ങൾ നിരാകാരി ആത്മാക്കൾ എപ്പോഴാണോ ശരീരത്തിൽ വരുന്നത്, അപ്പോൾ ഗർഭത്തിൽ വരുന്നു, പുനർജന്മം എടുക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ 84 ജന്മങ്ങൾ ഗർഭത്തിലൂടെ എടുത്തിട്ടുണ്ട്. ഒരു ശരീരം ഉപേക്ഷിച്ച് വീണ്ടും ഗർഭത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ 84 ജന്മമെടുക്കുന്നു. ഞാനാണെങ്കിൽ ഗർഭത്തിൽ വരുന്നില്ല. ഭാരതവാസികൾ യഥാർത്ഥത്തിൽ ദേവീ ദേവതാ ധർമ്മത്തിലേതായിരുന്നു. പിന്നെ പടികൾ ഇറങ്ങി വന്നു. ക്ഷത്രിയ വർണ്ണത്തിൽ, പിന്നെ വൈശ്യ ശൂദ്രവർണ്ണത്തിൽ കലകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭാരതം 16 കലാ സമ്പൂർണമായിരുന്നു, പിന്നെ 14 കലയായി. ഭാരതവാസികൾ തങ്ങളുടെ ജന്മങ്ങളെ അറിയുന്നില്ല. 84 ജന്മം ഭാരതവാസികൾ തന്നെയാണ് എടുക്കുന്നത്. മറ്റൊരു ധർമ്മത്തിലുള്ളവരും 84 ജന്മം എടുക്കുന്നില്ല. നിങ്ങൾ സ്വദർശന ചക്രധാരി ആയിരിക്കുന്നു. ഇത് ജ്ഞാനത്തിൻ്റെ കാര്യമാണ്. സ്വദർശന ചക്രധാരി ആകുന്നതിലൂടെ നിങ്ങൾ ചക്രവർത്തി മഹാരാജാവാകുന്നു സ്വർഗത്തിൻ്റെ. നിങ്ങൾ നല്ല രീതിയിൽ അറിയുന്നു, നമ്മളിവിടെ വന്നിരിക്കുന്നത് പതീതത്തിൽ നിന്നും പാവനമാകാനാണ്. ഇത് പതീത ലോകം തന്നെയാണ്. പതീത പാവനും സർവരുടെ സദ്ഗതിദാതാവും ഒരേ ഒരു ബാബയാണ്. സർവരും ആ ഒന്നിനെ തന്നെയാണ് വിളിക്കുന്നത്. ബാബയെ ഓർമ്മിക്കുന്നു, കൃഷ്ണനെ അല്ല. കൃഷ്ണൻ ഗീത കേൾപ്പിച്ചിട്ടില്ല. ഗീത സർവശാസ്ത്രമയി ശിരോമണിയാണ്. ഭാരതത്തിൻ്റെ ഗീത ഏത് ധർമ്മത്തിൻ്റെ ശാസ്ത്രമാണ്? ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിൻ്റെ. ആരാണ് ഗീത പാടിയത്? രാജയോഗം ആരാണ് പഠിപ്പിച്ചത്? പരംപിത പരമാത്മാവ് പതീത പാവനായ ബാബ. നിങ്ങളുടെ ആത്മാവ് നിരാകാരമായിരുന്നു. അത് ഇപ്പോൾ ഈ സാകാര ശരീരം ധാരണ ചെയ്തിരിക്കുന്നു. സാകാര മനുഷ്യനെ ഒരിക്കലും ഭഗവാൻ എന്ന് പറയില്ല. സത്യയുഗത്തിൽ ലക്ഷ്മി നാരായണനാണ്, എങ്കിലും ഭഗവാൻ എന്ന് പറയില്ല. ഇതാകട്ടെ പദവി അല്ലെങ്കിൽ ടൈറ്റിൽ നൽകപ്പെടുകയാണ്. നിയമമനുസരിച്ച് ഭഗവാൻ ഒന്നേയുള്ളൂ. ക്രിയേറ്റർ ഇസ് വൺ. ബാക്കി അവർ ദേവതമാരാണ്. 5000 വർഷത്തിൻ്റെ കാര്യമാണ്. ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നു. ഇവരെ മഹാരാജാവെന്നും മഹാറാണിയെന്നും പറഞ്ഞിരുന്നു. ഭഗവാൻ മഹാരാജാവാകുന്നില്ല. ആ ഒന്നാകട്ടെ പിതാവ് തന്നെയാണ്. ആ ഒന്ന് വന്ന് ഭാരതവാസികളെ ഇങ്ങനെ ദേവി ദേവതയാക്കി മാറ്റുന്നു. ഇപ്പോഴാണെങ്കിൽ ദേവി ദേവതാ ധർമ്മത്തിലെ ആരും തന്നെയില്ല. ഇതിനെ പറയുന്നത് രാവണ സമ്പ്രദായം എന്നാണ്. കാരണം രാവണ രാജ്യമാണ്. രാവണനെ വർഷാവർഷം കത്തിച്ചുകൊണ്ടിരിക്കുന്നു.
കാരണം ഇത് പഴയ ശത്രുവാണ്. എന്നാൽ ഇതിനെ ഭാരതവാസികൾ അറിയുന്നില്ല. ശാസ്ത്രങ്ങളിലും വർണ്ണിക്കുന്നില്ല രാവണൻ ആരാണ് എന്ന്. രാവണന് 10 തല എന്തുകൊണ്ട് കാണിച്ചിരിക്കുന്നു? ഈ കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യരാണെങ്കിൽ തീർത്തും കല്ല് ബുദ്ധിയാണ്. പവിഴ ബുദ്ധി എന്ന് ഈ ലക്ഷ്മി നാരായണനെയും മറ്റും പറയും. പവിഴനാഥന്റെയും പവിഴനാഥിനിയുടെയും രാജ്യമായിരുന്നു. യഥാ രാജാ റാണി തഥാ പ്രജ. ഭാരതം പോലെ സുഖധാമമായ മറ്റൊരു ഖണ്ഡവുമില്ല. എപ്പോഴാണോ ഭാരതത്തിൽ സ്വർഗമായിരുന്നത്, അപ്പോൾ ഏതെങ്കിലും അസുഖമോ ദുഃഖമോ രോഗമോ ഉണ്ടായിരുന്നില്ല. സമ്പൂർണ്ണ സുഖമായിരുന്നു. ഈശ്വരന്റെ മഹിമ അപരം അപാരമാണ് എന്ന് പാടപ്പെടുന്നു. അതേപോലെ ഭാരതത്തിൻ്റെയും മഹിമ അപരം അപാരമാണ്. മുഴുവൻ ആധാരവും പവിത്രതയുടെ മേലാണ്. വിളിക്കുന്നതും ഇങ്ങനെയാണ്: എല്ലാവരും പതീതമാണ്. പീസ് ഇല്ല, പ്രോസ്പെറിറ്റിയും ഇല്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, നമ്മൾ ഭാരതവാസികൾ സൂര്യവംശി ദേവി ദേവതയായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ പതീതമായി. ഇതിനെ പറയുന്നത് മൃത്യുലോകം എന്നാണ്. ഇതിന് തീ പിടിക്കേണ്ടതുണ്ട്. ഇതാണ് ശിവജ്ഞാനയജ്ഞം, രുദ്രജ്ഞാനയജ്ഞം എന്നും പറയുന്നു. മനുഷ്യർ ധാരാളം നാമങ്ങൾ വയ്ക്കുന്നു. എവിടെയെല്ലാം ശിവന്റെ മൂർത്തിയെ കാണുന്നു, അപ്പോൾ അനേകം പല പല നാമങ്ങൾ വയ്ക്കുന്നു. അനേകം നാമത്തിൽ ഒരാളുടെ ക്ഷേത്രമുണ്ടാക്കുന്നു. അപ്പോൾ ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു: ജ്ഞാനം, ഭക്തി, വൈരാഗ്യം. ഇപ്പോൾ ഭക്തി പൂർത്തിയാകുന്നു. നിങ്ങൾക്ക് ഭക്തിയോട് വൈരാഗ്യം വരുന്നു. അതായത് ഈ പഴയ ലോകത്തോട് വൈരാഗ്യമാണ്. ഈ പഴയ ലോകം വിനാശം ആകേണ്ടതുണ്ട്. കുട്ടികൾ ചോദിക്കുന്നു: ബാബ, നമ്മൾ പതീതത്തിൽ നിന്നും എങ്ങനെ പാവനമാകും? പുതിയവർ പലരും വരുന്നു, അപ്പോൾ അലൗ ചെയ്യുന്നില്ല. കോളേജിൽ പുതിയതായി ആരെങ്കിലും പോയി ഇരിക്കുകയാണ് എങ്കിൽ ഒന്നും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. മനുഷ്യനിൽ നിന്നും എങ്ങനെയാണ് ദേവതയായിക്കൊണ്ടിരിക്കുന്നത് എന്ന് മറ്റാർക്കും അറിയുകയേയില്ല. പതീതരായ മനുഷ്യർ തന്നെ പാവനമാകുന്നു. ഈ സമയം ഭാരതവും ബഗറാണ്. സത്യയുഗത്തിൽ ഭാരതം പ്രിൻസ് ആയിരുന്നു. ശ്രീകൃഷ്ണൻ സത്യയുഗത്തിലെ ആദ്യ നമ്പറിലെ പ്രിൻസ് ആയിരുന്നു. കൃഷ്ണനിൽ സർവഗുണങ്ങളുമുണ്ട്. രാജ്യം ലക്ഷ്മി നാരായണൻ്റേത് എന്ന് പറയും. കൃഷ്ണൻ പ്രിൻസ് ആയിരുന്നു, രാധ പ്രിൻസസ് ആയിരുന്നു. പ്രിൻസായ കൃഷ്ണന്റെ തന്നെയാണ് മഹിമ പാടപ്പെടുന്നത്. സർവഗുണ സമ്പന്നം, 16 കലാസമ്പൂർണം. കൃഷ്ണൻ ഗീതയൊന്നും കേൾപ്പിച്ചിട്ടില്ല. കൃഷ്ണൻ സത്യയുഗത്തിലെ പ്രിൻസ് ആയിരുന്നു. കൃഷ്ണൻ പതീത മനുഷ്യരെ പാവനമാക്കുന്നതിനായി ഗീതാ പാഠം കേൾപ്പിക്കുക, ഇത് സംഭവ്യമല്ല. ഈ ശാസ്ത്രങ്ങളെല്ലാം ഭക്തിമാർഗത്തിലേതാണ്. ശാസ്ത്രങ്ങൾക്ക് എത്ര മഹിമയാണുള്ളത്! സത്യയുഗത്തിൽ ഏതെങ്കിലും ശാസ്ത്രമോ ഭക്തിമാർഗത്തിലെ ചിത്രമോ മറ്റോ ഉണ്ടായിരിക്കുന്നതേയില്ല. അവിടെയാണെങ്കിൽ ജ്ഞാനത്തിൻ്റെ പ്രാപ്തിയാണുള്ളത് 21 ജന്മത്തേക്ക്. വീണ്ടും സത്യയുഗത്തിൻ്റെ രാജ്യഭാഗ്യം നേടിക്കൊണ്ടിരിക്കുന്നു. ഭാരതവാസികൾ സത്യയുഗത്തിൽ 5000 വർഷം മുമ്പ് വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. മറ്റൊരു പാർട്ടീഷനോ മറ്റോ ഉണ്ടായിരുന്നില്ല. 5000 വർഷത്തിൻ്റെ കാര്യമാണ്. ഇപ്പോൾ കലിയുഗത്തിൻ്റെ അന്തിമമാണല്ലോ. വിനാശം മുന്നിൽ നിൽക്കുന്നു. ഭഗവാൻ ഈ ജ്ഞാനയജ്ഞം രചിച്ചിരിക്കുന്നു. പതീതമായ കലിയുഗത്തെ പാവനമായ സത്യയുഗം ആക്കുവാനായി. അപ്പോൾ തീർച്ചയായും പതീത ലോകത്തിൻ്റെ വിനാശമുണ്ടാകും. ബ്രഹ്മാവിലൂടെ ആദ്യ സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. അതും ഇപ്പോൾ ശിവ് ബാബ ബ്രഹ്മാവിലൂടെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ മനുഷ്യനിൽ നിന്നും ദേവതയായിക്കൊണ്ടിരിക്കുന്നു. പാടുന്നുമുണ്ട്: പരംപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യിക്കുന്നു എന്ന്. അതായി പ്രജാപിത. എല്ലാവരും ആ ഒന്നിൻ്റെ സന്താനമാണ്. തീർച്ചയായും ബ്രഹ്മാവിലൂടെ തന്നെയാണ് സ്വർഗത്തിൻ്റെ സ്ഥാപന നടന്നിരുന്നത്. ഇന്നേക്ക് 5000 വർഷം മുമ്പ്
ഞാൻ സംഗമത്തിൽ വന്നിരുന്നു നിങ്ങളെ ഈ രാജയോഗം പഠിപ്പിക്കുവാൻ. കൃഷ്ണനല്ല, ഞാനാണ് വന്നിരുന്നത്. കൃഷ്ണന് പതീത ലോകത്തിലേക്ക് വരാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് വരുന്നത്. ആ ഒന്ന് സർവരുടെയും സദ്ഗതി ദാതാവാണ്. മനുഷ്യർക്ക് സദ്ഗതി നൽകുവാൻ സാധിക്കില്ല. എല്ലാവരും ഓർമ്മിക്കുന്നതും ആ ഒന്നിനെ തന്നെയാണ്. പരംപിതാ പരമാത്മാവ് എവിടെ വസിക്കുന്നു? കുട്ടികളായ നിങ്ങൾക്കറിയാം, പരംധാമത്തിലാണ് വസിക്കുന്നത്. അതാണ് ബ്രഹ്മ മഹത്തത്വം. അവിടെ ആത്മാക്കൾ പവിത്രമാണ്, മഹാത്മാക്കളെ പോലെ. ഇവിടെയും മഹാത്മാവ്, പതീത ആത്മാവ് എന്ന് പറയുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ ഇവിടെ മഹാത്മാവായി ഒരാൾ പോലുമില്ല. ആത്മാവിന് തന്നെയാണ് പാവനവും സദോപ്രധാനവും ആകേണ്ടത്. ജ്ഞാനത്തിലൂടെയും യോഗത്തിലൂടെയും, അല്ലാതെ ജലത്തിലൂടെ അല്ല. ആത്മാവ് തന്നെയാണ് പതീതമായിരിക്കുന്നത്. ആത്മാവിൽ തന്നെയാണ് മാലിന്യം ചേരുന്നത്. ആത്മാവ് തന്നെയാണ് ഗോൾഡൻ, സിൽവർ, കോപ്പർ, അയൺ ആകുന്നത്. ഇപ്പോൾ ആത്മാക്കൾ പതീതമാണ്. അവരെ ആര് പാവനമാക്കുവാനാണ്? പരംപിത പരമാത്മാവിനല്ലാതെ മറ്റാർക്കും ആക്കുവാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപം ഭസ്മമാകും. എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അത്രയും പതീതത്തിൽ നിന്നും പാവനമാകും. പ്രയത്നം ഇതിലാണുള്ളത്. ജ്ഞാനം മുഴുവൻ ബുദ്ധിയിലുണ്ട്. ഈ ചക്രം എങ്ങനെ തിരിയുന്നു? നമ്മൾ 84 ജന്മം എങ്ങനെ എടുക്കുന്നു? സത്യയുഗത്തിൽ എത്ര സമയം രാജ്യം നടക്കുന്നു? പിന്നെ രാവണൻ എങ്ങനെ വരുന്നു? രാവണൻ ആരാണ്? ഇതും ആർക്കും അറിയില്ല. എപ്പോൾ മുതലാണോ രാവണനെ കത്തിച്ചു വരുന്നത്? ഇതും ആർക്കും അറിയില്ല. ഓരോ വർഷവും കത്തിക്കുന്നു. സത്യയുഗത്തിലാണെങ്കിൽ കത്തിക്കുകയില്ല. ഇപ്പോഴാണ് രാവണ രാജ്യം. രാമരാജ്യത്തെ ആർക്കും സ്ഥാപിക്കാൻ സാധിക്കില്ല. അതാകട്ടെ ബാബയുടെ തന്നെ കാര്യമാണ്. പതീത മനുഷ്യർക്ക് ചെയ്യുവാൻ സാധിക്കില്ല. അവയെല്ലാം വിനാശമാകും. പതീത ലോകം തന്നെ വിനാശമാകേണ്ടതുണ്ട്. സത്യയുഗത്തിൽ ഒരാൾ പോലും പറയില്ല, ഹേ പതീത പാവന വരൂ എന്ന്. അത് പാവന ലോകമാണല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, ഈ ലക്ഷ്മി നാരായണനെ ഇങ്ങനെ സ്വർഗത്തിൻ്റെ അധികാരി ആരാണ് ആക്കിയത്? പിന്നെ ഇവർ 84 ജന്മങ്ങൾ എങ്ങനെ എടുത്തു? ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിലുള്ളവർ തന്നെയാണ് 84 ജന്മം എടുത്തത്. അവർ തന്നെയാണ് ഈ സമയം ശൂദ്രവംശി ആയിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ബ്രാഹ്മണ വംശിയാകുന്നു. ഇപ്പോൾ നിങ്ങളാണ് ബ്രാഹ്മണർ, കുടുമി. ഇതാണ് ഉയർന്നതിലും ഉയർന്ന കുടുമി. ബ്രഹ്മ മുഖവംശാവലി, ബ്രാഹ്മണ കുലഭൂഷണം. ഇപ്പോൾ നിങ്ങൾ ശിവബാബയുടെ കുട്ടികളുമാണ്, പേരക്കുട്ടികളുമാണ്. ശിവവംശി, പിന്നെ ബ്രഹ്മകുമാർ കുമാരിമാരാണ്. സമ്പത്ത് ലഭിക്കുന്നത് ദാതയിൽ നിന്നാണ്. ബാബ പറയുന്നു, എന്നെ നിരന്തരം ഓർമ്മിക്കൂ, പാവനമാകൂ, എങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ മുക്തിധാമത്തിൽ വന്നു ചേരും. ആരാണോ കഴിഞ്ഞ കൽപ്പത്തിൽ മനസ്സിലാക്കിയത്, അവർ തന്നെയാണ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. അവർ ആയിരക്കണക്കിനുണ്ട്. ചിലർ ചോദിക്കുന്നു, എത്ര BKs ഉണ്ട്? ആയിരക്കണക്കിനുണ്ട് എന്ന് പറയൂ. ഈ ദേവതാവൃക്ഷത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ തൈ നട്ടുകൊണ്ടിരിക്കുന്നു. കാരണം ദേവതാധർമ്മം ഇല്ല. എല്ലാവരും സ്വയം ഹിന്ദുവാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റു ധർമ്മങ്ങളിലേക്ക് കൺവേർട്ടായിപ്പോയി. വീണ്ടും എല്ലാവരും ഇറങ്ങി വരും. വന്ന് ബാബയിൽ നിന്നും സമ്പത്തെടുക്കും. നിങ്ങൾ വന്നിരിക്കുകയാണ് പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിൻ്റെ സമ്പത്ത് നേടാൻ. അതായത് മനുഷ്യനിൽ നിന്നും ദേവതയാകാൻ. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പതീതത്തിൽ നിന്നും പാവനമാകുന്നതിനായി ജ്ഞാനത്തിലും
യോഗത്തിലും ഉറച്ചവരാകണം. ആത്മാവിൽ ഏതൊരു കലർപ്പാണോ ചേർന്നിരിക്കുന്നത് അതിനെ ഓർമ്മയുടെ പ്രയത്നത്തിലൂടെ മാറ്റണം. നമ്മൾ ബ്രഹ്മമുഖ വംശാവലി ബ്രാഹ്മണർ കുടുംബയാണ്. ഈ ലഹരിയിലിരിക്കണം. ബ്രാഹ്മണർ തന്നെയാണ് സമ്പത്തിന്റെ അധികാരി. കാരണം ശിവ് ബാബയുടെ പൗത്രരാണ്. വരദാനം: തൻ്റെ പവർഫുൾ വൃത്തിയിലൂടെ പതീത വായുമണ്ഡലത്തെ പരിവർത്തനപ്പെടുത്തുന്ന മാസ്റ്റർ പതീത പാവനിയായി ഭവിക്കട്ടെ. എങ്ങനെയുള്ള വായുമണ്ഡലവും ആയിക്കൊള്ളട്ടെ, എന്നാൽ സ്വയം തൻ്റെ ശക്തിശാലി വൃത്തിക്ക് വായുമണ്ഡലത്തെ പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കും. വായുമണ്ഡലം വികാരി ആയിക്കൊള്ളട്ടെ, പക്ഷേ സ്വയം തൻ്റെ വൃത്തി നിർവികാരി ആയിരിക്കണം. ആരാണോ പതീതരെ പാവനം ആക്കുന്നവർ, അവർ പതീത വായുമണ്ഡലത്തിന് വശീഭൂതരാവുക സാധ്യമല്ല. മാസ്റ്റർ പതീത പാവനി ആയി സ്വയം തൻ്റെ പവർഫുൾ വൃത്തിയിലൂടെ അപവിത്രവും ദുർബലവുമായ വായുമണ്ഡലം ഇല്ലാതാക്കൂ. അതിനെ വർണ്ണിച്ച് വായുമണ്ഡലം ഉണ്ടാക്കരുത്. ദുർബലമോ പതീതമോ ആയ വായുമണ്ഡലത്തെ വർണ്ണിക്കുന്നത് പോലും പാപമാണ്. സ്ലോഗൻ: ഇപ്പോൾ ഭൂമിയിൽ പരമാത്മാവിൻ്റെ തിരിച്ചറിവിൻ്റെ വിത്ത് പാകൂ, അപ്പോൾ പ്രത്യക്ഷത ഉണ്ടാകും. അവ്യക്ത സൂചന: ജ്വാലാസ്വരൂപ സ്ഥിതിയിലിരുന്ന് ശക്തിശാലി ഓർമ്മയുടെ അനുഭവം ചെയ്യൂ. യോഗം എന്നാൽ ശാന്തിയുടെ ശക്തി. ഈ ശാന്തിയുടെ ശക്തി വളരെ സഹജമായി സ്വയം തന്നെയും മറ്റുള്ളവരെയും പരിവർത്തനപ്പെടുത്തുന്നു. ഇതിലൂടെ വ്യക്തിയും മാറും, പ്രകൃതിയും മാറും. വ്യക്തികൾക്കാണെങ്കിൽ വാക്കുകളിലൂടെ കോഴ്സ് എടുക്കുന്നു, എന്നാൽ പ്രകൃതിയെ പരിവർത്തനപ്പെടുത്തുന്നതിനായി ശാന്തിയുടെ ശക്തി, അതായത് യോഗബലം തന്നെയാണ് ആവശ്യം. യോഗത്തിൽ എപ്പോഴാണോ മറ്റെല്ലാ സങ്കല്പവും ശാന്തമാകുന്നത്, ബാബയും ഞാനും എന്ന ഒരേ ഒരു സങ്കല്പം നിലനിൽക്കുന്നത്, ഇതിനെ തന്നെയാണ് പവർഫുൾ യോഗം എന്ന് പറയുന്നത്. ബാബയുടെ കൂടിക്കാഴ്ചയുടെ അനുഭൂതി അല്ലാതെ മറ്റെല്ലാ സങ്കല്പവും ഉൾക്കൊള്ളപ്പെടണം. അപ്പോൾ ജ്വാലാ സ്വരൂപത്തിൻ്റെ ഓർമ്മ എന്ന് പറയുന്നു. അതിലൂടെ പരിവർത്തനം ഉണ്ടാകുന്നു. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ സ്വരാജ്യ അധികാരിയായ ആത്മാവാണ്. മസ്തകമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകാശ ബിന്ദു സ്വരൂപമായ ഞാൻ ശക്തിശാലി ആത്മാവാണ്. എന്നിൽ നിന്നും ശക്തിയുടെ പ്രകാശകിരണങ്ങൾ 4 ഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ എൻ്റെ ഫരിസ്ത സ്വരൂപം ധാരണ ചെയ്ത് 1 സെക്കൻഡിൽ ബാബ് ദാദയുടെ മുന്നിൽ എത്തിച്ചേരുന്നു. ബാബ് ദാദ എനിക്ക് ശക്തിശാലി ദൃഷ്ടി തന്നുകൊണ്ടിരിക്കുന്നു. ബാബ് ദാദയിൽ നിന്നും ലൈറ്റും മൈറ്റും സ്വീകരിച്ച്
ഒരു സെക്കൻഡിൽ ഞാൻ നിരാകാരിയായി നിരാകാര ലോകത്തിൽ എത്തിച്ചേരുന്നു. സർവശക്തനായ ശിവ് ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യും. പരിധിയുള്ള എൻ്റേത് എന്ന എല്ലാ ഭാവങ്ങളും ഞാൻ ബാബയിൽ സമർപ്പിക്കുന്നു. ഞാൻ ഭാരരഹിതമായി മാറുന്നു. മംഗളകാരിയായ ബാബയിലുള്ള നിശ്ചയം എന്നെ നിശ്ചിന്തമാക്കി മാറ്റുന്നു. ഞാൻ നിശ്ചിന്ത ചക്രവർത്തിയാണ്. പരമസദ്ഗുരുവായ ശിവ് ബാബയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇരുത്തുമ്പോൾ ഞാനും ബാബയും കമ്പൈൻഡ് സ്വരൂപമാകുന്നു. ഈ ശിവശക്തി കമ്പൈൻഡ് സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് സമസ്ത ഈശ്വരീയ ശക്തികളും വിശ്വത്തിലെ ആത്മാക്കൾക്കായി ദാനം ചെയ്യുന്നു.